കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു വൻ മാറ്റമായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാകുക. തിരുവനന്തപുരത്തും ഒരു സ്റ്റേഡിയം വേണമെങ്കിലാകാം എന്നാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കൊച്ചിക്കാണ് ഇപ്പോൾ സോൺ അനുവദിച്ചെങ്കിലും തിരുവനന്തപുരത്തും ഇനി വന്നുകൂടായികയില്ല. ഏതായാലും IPL കേരളത്തിലേക്ക് എത്തുമ്പോൾ പരസ്യങ്ങൾക്കും ബ്രാൻഡ് നിർമ്മാണത്തിനും മാത്രം കോടികളാകും ഒഴുകുക. മുമ്പെങ്ങുമില്ലാത്ത വരുമാനമാണ് ഇതുവഴി കേരളത്തിലെ വാണിജ്യ ലോകം പ്രതീക്ഷിക്കുന്നത്. IPL ടീം കേരളത്തിന് സ്വന്തമാകുമ്പോൾ അത് മലയാളിയുടെ മുന്നിൽ തുറക്കുന്ന വരുമാന വഴികൾ ഒട്ടേറെയാണ്. ടീമുകളിലെ ഫ്രാഞ്ചൈസികളല്ലാത്തവർക്കും ടീമിന് സ്പോൺസർഷിപ്പ് നൽകാം എന്നതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. ബാറ്റ്, ഹെൽമറ്റ്, ക്യാപ്പ്, തൈപ്പാഡ്, ലെഗ് പാഡ് ഇവയിലെല്ലാം കമ്പനികൾക്ക് പരസ്യം നൽകാവുന്നതാണ്. കേരളത്തിൽ വാണിജ്യ താൽപ്പര്യങ്ങളുള്ള ദേശീയ രാജ്യാന്തര കമ്പനികൾക്ക് ടീമിന് സ്പോൺസർഷിപ്പ് നൽകുന്നത് വഴി മികച്ച അവസരമാണ് കൈവരിക. ഇപ്പോൾ കേരളം എന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്ക് തന്നെ പോകും. കാരണം ഒരുപാട് പേര് കേരളത്തിലെ കാണും. പിന്നെ ഒരുപാട് ഇൻഡസ്ട്രീസ് ആൾക്കാർ വരുമ്പോൾ ഇപ്പോൾ ടൂറിസം വലുതാവും. കേരളത്തിൽ ഒരുപാട് ക്ലബ്സ് ഉണ്ടാവും. കേരളത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇപ്പോൾ എറണാകുളത്ത് സ്വാൻടൺ ഉള്ള പോലെ ഒരുപാട് ക്ലബ്സ് വരും, സ്റ്റേഡിയംസ് ഒരുപാട് വരും. ഇപ്പോൾ കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് സ്റ്റേഡിയം ഇപ്പോൾ വയനാട്ടിലായാലും തിരുവനന്തപുരത്തായാലും ഒരുപാട് സ്റ്റേഡിയം വരും. പിന്നെ പരസ്യത്തിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു അവസരമാണ്. 9 ഹോം മാച്ചുകൾ കേരളത്തിൽ നടക്കുമ്പോൾ കേരളം ഇന്നുവരെ കാണാത്ത മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ ഇവിടെ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ടീമിനെ സ്പോൺസർ ചെയ്യുന്നത് വഴി കളിക്കാരെയും ടീമിനെയും തങ്ങളുടെ ബ്രാൻഡ് ഇമേജ് കൂട്ടാൻ ഉപയോഗിക്കാം എന്നതും കമ്പനികളെ ഏറെ ആകർഷിക്കുന്ന ഘടകമാണ്. സ്റ്റാൻലി